സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഓരോ പാപിയിലും ഒരു വിശുദ്ധൻ അല്ലെ വിശുദ്ധ മറഞ്ഞിരിക്കുന്നു. ആഗോള സഭയിൽ തിരുസഭയിൽ സെയിൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഓർമ്മയാണ് നമ്മൾ. ഇന്നലെ അഗസ്റ്റിൻ്റെ അമ്മ മോനിക്കയുടെ ഇന്ന് അമ്മയുടെ ജീവിതത്തിലൂടെ മകനെയും ഭർത്താവിനെയൊക്കെ വീണ്ടെടുത്ത വിശുദ്ധിയുടെ കഥയാണ്. ഒരു പാപിയിൽ ഒരു വിശുദ്ധൻ അല്ല വിശുദ്ധ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണത്. നമ്മൾ കാണുന്നത് ലോകത്തിൽ ദുഷ്ടത പ്രവർത്തിച്ച് അവരുമായിട്ട് നമുക്ക് സഹവാസം വേണ്ട, അവരുമായിട്ട് അടുക്കരുത്. നിയമം, പഴയ നിയമത്തിൽ പോലും അങ്ങനെയാണ് പറയുക നമ്മളുടെ ജീവിതത്തിൽ. കാരണം അന്ന് രക്ഷപ്പെടാനുള്ള ദൈവിക ശക്തിയായ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നത് കൊണ്ട് ദുഷ്ടനോട് അടുക്കരുത്, കൂടരുത്, സഹവസിക്കരുത്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നൊക്കെയായിരുന്നു പഴയ നിയമത്തിലെ 10 കൽപ്പന മോശം നൽകിയ നിയമമെങ്കിൽ യേശു അത് നേരെ തിരിച്ചിട്ട് ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ തനിക്ക് കഴിയും എന്നുള്ള ആ ബോധ്യത്തിൽ പാപികളെ തേടി വരുന്ന, കരിങ്കല്ല് പോലെ കറുത്ത അല്ലെങ്കിൽ ഒരു കരിക്കട്ടയെ വൈഡൂര്യമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. ഓരോ പാപിയിലും ഉള്ള ആത്മാവ് വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. ഇന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ തിരുനാൾ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം ആ ഒരു ചിത്രം കൊണ്ട് തരികയാണ്. നമുക്കറിയാം, അനേക വ്യക്തികളെ നമ്മൾ തിരുവനന്തപുരത്തുള്ള, പ്രത്യേകിച്ച് നമ്മൾ അപ്പസ്തോലനായ പൗലോസ്, അന്നതിനും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെ ലേഖനങ്ങളിലൂടെയൊക്കെ എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം എത്രമാത്രം യേശുവിനെ വെറുത്തിരുന്ന ഒരു വ്യക്തിയാണ്. യേശുവിനെ വെറുക്കുകയും യേശുവിനെ അനുഗമിച്ചിരുന്ന ഓരോ ക്രിസ്ത്യാനിയും വധിക്കാനായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശൗൽ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡമാസ്കസിലുള്ള ക്രിസ്ത്യാനികളായ യഹൂദരെ തിരിച്ച് യഹൂദരാക്കാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാനും അതിന് സമ്മതമല്ലാത്തവരെ വധിച്ചു കളയാനും ഒക്കെയുള്ള തീരുമാനമായി അതിനുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ട് ജെറുസലേമിലേക്ക്, ഇങ്ങനെയാണ് പറയുക, ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ഡമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ അവൻ ആവശ്യപ്പെട്ടു. യാത്ര ചെയ്ത് ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വച്ച് നിന്നെ അറിയിക്കാം. അവര് കണ്ണു കാണാൻ മേലായിരുന്നപ്പോൾ കൂടെയുള്ളവർ കൈക്ക് പിടിച്ച് അദ്ദേഹത്തെ ഡമാസ്കസിലെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ കർത്താവ് അനന്യാസ് എന്ന ഒരു വിശുദ്ധ മനുഷ്യൻ അവിടെ, ദൈവമായ കർത്താവ് ഒരു വെളിപ്പെടുത്തൽ അനന്യാസിന് കൊടുത്തിട്ട്, അനന്യാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായി. ഇത് അനന്യാസിനോട് കർത്താവ് പറയാണ്. ഇങ്ങനെ താർസോസുകാരനായ ശൗലിനെ അവിടെ ആ പട്ടണത്തിൽ ദമാസ്കസിൽ ചെന്ന് ത്രിജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്ന അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന വളരെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധസ്ഥരാക്കാനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു.
കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. സാവൂളും യേശുവിന്റെ നാമം ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന ഒരു മനുഷ്യൻ. വീണ്ടും പറയാണ് പുസ്തകത്തിൽ 9:16 എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം അത്ഭുതങ്ങൾ അവൻ ചെയ്യുമെന്നല്ല, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചൊരു മേഖലയാണല്ലോ സഹനം. അത് ദൈവികമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സഹനം അളന്നു തൂക്കി നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു മേഖല. എന്തുമാത്രം അവൻ എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം, ആ പൗലോസാണ് സാവൂലാണ് പിന്നീട് പൗലോസായി മാറിയ അല്ലേ. നമ്മൾ ഈ മോനിക്ക എന്ന ആ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മളിന്ന് ഓർക്കുന്ന അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയത്. ഈ സാവൂൾ എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ആരുടെയെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്, ആരുടെയെങ്കിലും പ്രാർത്ഥനയാണ്, സ്നേഹമാണ്, കരുണയാണ് ആ വ്യക്തിയിലുള്ള ആത്മീയത അല്ലെങ്കിൽ വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധിയെ പുറത്തു കൊണ്ടുവരുന്നത്. ഏത് പാപിയുടെ ഉള്ളിലും ഒരു വിശുദ്ധനുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്. വീണ്ടും ഓർമ്മ, അതാണ് ദൈവത്തിൻ്റെ നമുക്കും അത് ആത്മീയ ജ്ഞാനമാണ്. ആത്മാവിൻ്റെ കണ്ണുകൊണ്ടേ അത് കാണാൻ പറ്റുള്ളൂ, ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സാവൂളിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ് അനന്യാസിനോട്. അനന്യാസ് പറഞ്ഞ്, അവൻ്റെ അടുത്തേക്ക് എങ്ങനെ ഞാൻ പോകുന്നു, അവൻ ആൾക്കാരെ കൊന്നു നടക്കുന്നവനാണ്. ഇല്ല, അവൻ എൻ്റെ നാമത്തെ പ്രതി, യേശു പറയാം, അവൻ എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന്. റോമർ 8 പൗലോസ്ലീഹ എഴുതുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ, അവനെക്കുറിച്ചുള്ള അവനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്തിന് നമ്മെ മാറ്റാൻ കഴിയും? ആപത്തോ, പട്ടിണിയോ, വാളോ, ക്രൂശോ, നഗ്നതയോ, പീഡനമോ, ദൂതന്മാരോ, അധികാരങ്ങളോ, ആധിപത്യങ്ങളോ, ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ, ഈ ലോകത്തിലുള്ളവയ്ക്കോ മറ്റേതെങ്കിലും വരാനുള്ളവയ്ക്കോ ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റാൻ, അല്ലെങ്കിൽ നമ്മെ മാറ്റാൻ കഴിയില്ലെന്ന് നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഈ സാവൂളിൻ്റെ മാനസാന്തരം ദൈവം, ഈ കർത്താവ് യേശു ഇടപെട്ടതിൻ്റെ പിന്നിലൊരു പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്. ഈ അഗസ്റ്റിൻ്റെ അമ്മ കണ്ണീരോടെ സ്വന്തം മകനു വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 43, 44, 45 വചനം ഞാൻ പറയും, നമ്മളത് എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട വചനമാണ്. എങ്ങനെയാണ് പറയുക? ശത്രുവിനെ സ്നേഹിക്കുക. കാരണം ആ ശത്രു നമ്മൾ പറയുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സ്നേഹിതനുണ്ട്, ഒരു നന്മയുള്ള വ്യക്തിയുണ്ട്. ഒരു പാപിയുടെ ഉള്ളിൽ ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധിയുണ്ടെന്ന് ദൈവം കാണുന്നതുകൊണ്ടാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളായി മാറുക. നമുക്ക് എളുപ്പം സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളായി തീരാനായിട്ട് ആരൊക്കെ നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ ആരെന്ന് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒറ്റ കാര്യം മതി. ഞാൻ പറയും, എന്തുമാത്രം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്, എന്തുമാത്രം സമയവും പണവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എളുപ്പവഴി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വിശുദ്ധനോ വിശുദ്ധയാകാനുള്ള ഒരു കാര്യമാണിത്. നമ്മളെ ആരൊക്കെയാണ് വേദനിപ്പിക്കുന്നത്? നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആരാണ്? ജോലി സ്ഥലത്തായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, നെയ്ബർഹുഡിലായിരിക്കാം, വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അവർക്ക് വേണ്ടി ഓരോ ദിവസവും നമ്മളിത് കണ്ടുപിടിച്ചാലേ കഴിഞ്ഞ കാലം ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ വിശുദ്ധി നിലനിർത്തിയത് ഈ ഒരു രീതിയിലാണ്. നമുക്കറിയാം, കുരിശിൽ യേശു തന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം പിതാവേ, അപ്പാ പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്
ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാണ് ഈശോ തൻ്റെ വിശുദ്ധി അല്ലെ ഒറ്റ വാക്കിൽ പറഞ്ഞ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചിന്തയാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം പരിശുദ്ധനാണ്. ദൈവം ബലവാനാണ്. ദൈവം ശക്തനാണ്. പക്ഷെ അതിൻ്റെയൊക്കെ രഹസ്യം ദൈവം സ്നേഹമായതുകൊണ്ടാണ്. നമുക്ക് ആത്മീയ ശക്തി, ആത്മീയ വിശുദ്ധി, ആത്മീയ ബലം വേണമെങ്കിൽ നമ്മൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യണം. പിതാവേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ പറഞ്ഞ ഇതാണ്. നമുക്ക് പുണ്യസ്ഥലങ്ങളൊക്കെ പോവാം, വേണ്ട ഞാൻ പറയുന്നില്ല. പക്ഷേ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലേ കൊറിന്തോസ് ലേഖനത്തിൽ 1 കൊറിന്തോസ് 13 എൻ്റെ ശരീരം ഞാൻ ദഹിപ്പിക്കാൻ കൊടുത്താലും എനിക്കുള്ള സമ്പത്ത് മുഴുവൻ ഞാൻ ദാനം ചെയ്താലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാം വെറുതെയാണ്. സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമാണ് ദൈവം. 1 യോഹന്നാൻ 4:8 4:16 യോഹന്നാൻ ശ്രീ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. നമ്മുടെ ഉള്ളില് ദൈവം ഉണ്ടോ എന്ന് അറിയുന്നത് നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടോ എന്ന്. നമ്മൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് തിരുത്തണം. കാരണം നമുക്ക് ദൈവത്തെ വേണം നമ്മുടെ കൂടെ. നമ്മുടെ ദൈവം ഇതാ നമ്മോടുകൂടെ. നമ്മുടെ ആത്മാവില് ഇന്നലെയൊക്കെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, നിത്യതയിലേക്കുള്ള യാത്രയിൽ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വേർപെട്ട് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വെളിച്ചമുണ്ടായിരിക്കണം. നമ്മൾ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ കയ്യിൽ വെട്ടം, മെഴുകുതിരി, അല്ലെ ടോർച്ച് എന്തൊക്കെയായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ ആത്മാവ്. യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ പറയുന്നില്ലേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി തീർന്നു. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളെ എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ്? ഈ ലോകത്തിലൊന്നുമല്ല, പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുകയാണ്. വേറാരുമില്ല നമ്മുടെ കൂടെ. നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കാകണം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിത്യജീവനിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിന്റെ യേശുവിന്റെ ആത്മാവ്, ലോകത്തിന്റെ വെളിച്ചമായവൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളത് അറിയണം. നമ്മളിങ്ങനെ എല്ലാം മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു പോകരുത്. 10 കന്യകളിൽ 5 പേരെ കയ്യിൽ വിളക്ക് കരുതി വെച്ചിരുന്നു. വിളക്ക്. 10 കന്യകളിൽ 5 പേരെ വിളക്ക് മാത്രമല്ല എണ്ണയും കരുതി വെച്ചിരുന്നു. വിളക്ക് കത്തിക്കൊണ്ടിരിക്കാനുള്ള എണ്ണ. യേശു ദൈവം സ്നേഹമാണ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ എല്ലാ ദിവസവും രാത്രിയിൽ ഏതാണ്ട് ഒരു മരണമല്ലേ നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞു. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു പുതിയ ജീവൻ പോലെയാണ്. നമ്മളാരും അറിഞ്ഞില്ല എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യസിലെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതിൽ, രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഒരു ദിവസത്തെ ജീവിതം കഴിഞ്ഞ് നമ്മളൊരു തൽക്കാലമായ ഒരു മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കൊന്നും ചെയ്യാം, നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ആ ഉറക്കത്തിലും. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ഹൃദയം, മനസ്സുമൊക്കെ പരിശോധിച്ച് എല്ലാവരോടും ക്ഷമയിലും സ്നേഹത്തിലും ആയിരിക്കട്ടെ. കോപിച്ചുകൊള്ളുക. ഒരാളുടെ നമുക്ക് വഴക്കുണ്ടാക്കാൻ പറയാം, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പേര് നമ്മൾ അവരോട് വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായി നമ്മൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ ഉള്ളിൽ ദുഷ്ടാരൂപി കയറുമെന്നാണ് പറഞ്ഞു. നിങ്ങൾ സാത്താൻ അവസരം കൊടുക്കരുതെന്നാണ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ പല തകർച്ചകൾക്കും രോഗങ്ങൾക്കുമൊക്കെ കാരണം ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പോയ രാത്രികളിൽ എഫേസ്യർ 4 കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്ത് സൂര്യാസ്തമയം വരെ നിങ്ങളുടെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്.
നമ്മൾ നമ്മുടെ വീടിൻ്റെ വാതിലിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലേ, പുറത്തേക്കുള്ള എല്ലാ വാതിലും അടച്ച് ഉറപ്പാക്കിയോ എന്ന് നമ്മൾ അലാം ഇട്ടോ നമ്മൾ ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ വാതിലുകൾ സാത്താന് വേണ്ടി എവിടെയെങ്കിലും തുറന്നിട്ടിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാവൂള് തനിക്ക് സാവൂളിൻ്റെ അമ്മയോ ബന്ധുക്കളോ ആരും പ്രാർത്ഥിച്ചതായിട്ടില്ല. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സാവൂളിൻ്റെ മാനസാന്തരം വായിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിലാണ് സാവൂളിന്റെ മാനസാന്തരം. 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്തേഫാനോസിനെ കാണുന്നുണ്ട്. സ്തേഫാനോസ് ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതം പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എല്ലാവരോടും ക്രിസ്തുവിനെ വരാനിരിക്കുന്ന ക്രിസ്തു യേശു ആണെന്ന് തെളിയിച്ചുകൊണ്ട് വലിയ കൃപാവരത്തോടുകൂടി അപ്പോൾ ഈ സാവൂള് അസൂയ പൂണ്ട് അവനെ കൊല്ലാൻ തീരുമാനമെടുത്തു. ഈ സ്തേഫാനോസിനെ വധിക്കാൻ അവനെ തട്ടിക്കളയണം. അവൻ യഹൂദർക്ക് ഭീഷണിയാണ്. അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അവൻ്റെ കരങ്ങളോട് വലിയ അടയാളങ്ങളോ അത്ഭുതങ്ങളോ സംഭവിക്കുന്നു. പുസ്തകപ്രവചനം 6 പറയുന്നുണ്ട്, സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അനേകര് അത് കണ്ട് മാനസാന്തരപ്പെട്ടു. യേശു ക്രിസ്തുവിലേക്ക് ക്രിസ്ത്യാനികൾ അനേക യഹൂദര് ഇത് കണ്ടപ്പോൾ ഈ സാവൂളിൻ്റെ കോപം വർദ്ധിച്ചു. എങ്ങനെയെങ്കിലും അവനെ എന്താ ചെയ്തെന്ന് നമുക്കറിയാം. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പുസ്തകപ്രവചനം 6-ാമത്തെ അധ്യായം. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിന് എതിരായും ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ തങ്ങളുടെ ജനപ്രമാണികളുടെ നിയമജ്ഞരെ ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റെന്ന് പറഞ്ഞ് ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസറായന യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. നമുക്കറിയാം പ്രിയമുള്ളവർ, അപ്പോൾ പിന്നീടാണ് ഈ സാവൂളും തീരുമാനമെടുത്ത് ഇവനെ കൊല്ലാനായിട്ട്. അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പുസ്തകപ്രവർത്തനങ്ങളുടെ 7-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വായനയാണ്. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. സാവൂളാണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അവരുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ ഇതിനവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു. ഒരു ക്രിസ്ത്യാനിയെ കല്ലെറിഞ്ഞു കൊന്നാൽ, അപ്പോൾ കല്ലെറിയുന്നതിന് മുമ്പായി അവരുടെ വസ്ത്രങ്ങളെ നേതാവായ സാവൂളിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചുകൊണ്ടാണ് ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞത്. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഈശോയുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. യേശുവിന്റെ ആത്മാവാണ് ഈ സ്തേഫാനോസിന്റെ ഉള്ളിൽ. അപ്പാ പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള യേശുവിന്റെ ലൂക്ക 23:34 നമ്മൾ വായിക്കുന്നു. അവനെ കുരിശ് തറച്ചപ്പോഴും എപ്പോഴും ഈ പ്രാർത്ഥനയാണ് യേശുവിന്റെ അതിരത്തിൽ ഒരു സുഹൃതജപം പോലെ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. അപ്പാ അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ. ഇപ്പം നമ്മുടെ പ്രാർത്ഥന എന്താ? എൻ്റെ മക്കളെ രക്ഷിക്കണമേ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യ രക്ഷിക്കണമേ, എനിക്ക് ജോലി കിട്ടണമല്ലേ, എൻ്റെ ആരോഗ്യം കാത്തുകൊള്ളണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതിന് പകരം നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. കർത്താവേ, എന്നെ വേദനിപ്പിച്ച് അനേകരുണ്ട്, അവരോട് ക്ഷമിക്കണമേ. എന്നെ ഉപദ്രവിച്ചവരുണ്ട്, അവരോട് ക്ഷമിക്കണമേ. എന്റെ ജീവിതം നശിപ്പിച്ചവരുണ്ട്, അവരോട് ക്ഷമിക്കണമേ.
എന്നെ തകർത്തവരുണ്ട്, എന്നെ സാമ്പത്തികമായി എന്നെ കടബാധത്തിലാക്കി എന്റെ കുടുംബം നശിപ്പിച്ചവരുണ്ട്. അവരോട് ക്ഷമിക്കണമേ. അവിടെയാണ് നമ്മൾ ദൈവപിതാവിന്റെ മക്കളായി തീരുന്ന മത്തായി 5:45 ഈശോ പറഞ്ഞത്. നിങ്ങളൊരു ഇവിടെ ഈ സ്തേഫാനോസ് മുട്ടുകുത്തിയെന്ന് ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. യേശു കുരിശിൽ മരിച്ചതുപോലെ ഈ സ്തേഫാനോസ് ഹൃദയത്തിൽ അവനെ ക്ഷമിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നേതൃത്വം കൊടുത്ത സാവുകൾ നമുക്കറിയാം. ഈ ഒരു വചനമുണ്ട് സുഭാഷിതങ്ങളിൽ 25 ഇങ്ങനെ പറയുന്നുണ്ട്. 21 വചനം, ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും എന്ന് പറയുമ്പോൾ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതിന് പഴയ നിയമത്തിലുള്ള വ്യാഖ്യാനം. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരം എന്ന് പറയുമ്പോൾ അവർക്ക് അറിവില്ല കർത്താവ്, അവരുടെ ആത്മാവില് അന്ധതയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് അവരുടെ മേൽ കൃപയായിരിക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഹൃദയം തോന്നി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് പശ്ചാത്താപത്തിന്റെ തീക്കനൽ അയക്കുമെന്നാണ് ഈ സുഭാഷിതങ്ങൾ 25-21 പറഞ്ഞു. ഏതാണ്ട് ആ വചനമാണ് ഇവിടെ നിറവേറുന്നത്. ഈ സാവൂളിന് വേണ്ടി ഈ സ്തേഫാനോസ് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ അപ്പോസ്തലർ 9-ാമത്തെ അധ്യായത്തിൽ വായിച്ചതല്ലേ, അവൻ ഡമാസ്കസിലേക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഈ സ്തേഫാനോസ് മരിച്ചു. പക്ഷേ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വചനം ഈ സാവൂളിന്റെ തലയിലേക്ക് ദൈവത്തിന്റെ തീജ്വാല വന്നിറങ്ങാനുള്ളൊരു പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥന പോലെ തന്നെ ഡമാസ്കസിലേക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ അവർ യാത്ര ചെയ്ത് ഡമാസ്കസ് നയിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. കർത്താവിന്റെ അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും അയക്കുമെന്ന്. ഈ വചനമാണ് ഇവിടെ നിറവേറിയത്. ഈ സാവൂളിന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ വന്ന് വീണ് അവന്റെ കണ്ണ് കാണാൻ മേലാതെ അവിടെയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്നാണ് പറഞ്ഞത്. ഡമാസ്കസിൽ ചെന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാവൂള്. അവിടെയാണ് അനനിയാസ് വന്ന് അവന്റെ മേൽ കരങ്ങൾ വെച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോന്ന് അടന്നു വീണ് അവൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് അവിടെയാണ് യേശു പറഞ്ഞു, അവൻ എന്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിന്റെ കാരണം ഒരു വിശുദ്ധിയോ നമ്മളോട് ക്ഷമിച്ചുള്ള പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുക. ഒരാളോട് ക്ഷമിക്കുമ്പോൾ അത് നമ്മൾ ബാഹ്യമായ ഇന്ന് സുവിശേഷത്തിലൊക്കെ മത്തായി 23 വായന തുടരുകയാണ്. നമ്മളെല്ലാം ബാഹ്യമായിട്ടൊരു ചടങ്ങ് പോലെ പോകുന്ന കപടനാട്യക്കാരെ എന്നാണ് നിയമജ്ഞരെ ഫരീസേയർക്ക് ദുരിതം. കാരണം ഈ ഫരീസേയനായിരുന്നു ഈ സാവൂള്. കാരണം എങ്ങനെയും ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളായിരുന്നു, ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തേഫാനോസിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ബാഹ്യമായ ചടങ്ങുകളും ആചാര അനുഷ്ഠാനങ്ങളും ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെയല്ലേ. ബാഹ്യമായ കുറെ ചടങ്ങുകളൊക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല നമ്മൾ സഭയിൽ. പക്ഷെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയായി ജീവിക്കണമെന്നാണ് ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് സമർപ്പിക്കാം. നമ്മുടെയും ജീവിതത്തിലൊരു മാനസാന്തരകഥ ഉണ്ടല്ലോ, ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതം മാറി മറിഞ്ഞ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. ഓർ നന്ദി പറയാം. എൻ്റെ ദൈവമേ, നിന്നെ അറിയാനും അനേകർക്ക് വേണ്ടി പൗലോസ് പിന്നീട് അടങ്ങിയിരുന്നില്ല. സാവൂള് പൗലോസായി മാറിക്കഴിഞ്ഞ് യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് എല്ലാ ലേഖനങ്ങളും നമ്മൾ കാണും അല്ലേ. എല്ലാ ലേഖനങ്ങളും റോമാർക്കുള്ള, കൊറിന്ത്യർക്കുള്ള ലേഖനം, ഗലാത്യർക്കുള്ള ലേഖനം, എഫേസ്യോസിനുള്ള ലേഖനം, തെസ്സലോനിക്ക ലേഖനം, കൊളോസി ലേഖനം, എല്ലായിടത്തും ഓടി നടക്കണം. യേശുവിനെ കുറിച്ച് എല്ലാവരും പറയണം. അതേ, നമ്മളെ സ്നേഹിച്ച അവൻ നമ്മുടെ ആത്മാവിൽ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അശുദ്ധിയിൽ നമ്മളെ വീണ്ടെടുത്താം. അതേ, ഞാൻ പറയും, ആരെങ്കിലുമൊക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ അമ്മയായിരിക്കാം, നമ്മുടെ ജീവിത പങ്കാളി ആയിരിക്കുക. നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മളിൽ ഇന്ന് എന്തെങ്കിലും മാറ്റം വന്ന് നമ്മളത് അറിയണം. നന്ദി പറയണം എൻ്റെ ദൈവമേ. ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മയായി
ലോകം മുഴുവനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ പ്രഭാതത്തിലും സന്ധ്യയിലും 3-ാം മണിക്കൂറിലൊക്കെയും നിരന്തരം കരുണയായിരിക്കണമേ, മനുഷ്യവർഗത്തോട് കരുണയായിരിക്കണമേ, അവരെന്താണ് ചെയ്യുന്നവർ അറിയുന്നില്ല, ഈശോയെ അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ എന്ന് നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ചും അല്ലെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും, മർക്കോസിലും 11 ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയും ചെയ്യും. നമുക്കിന്ന് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിലല്ല പ്രാർത്ഥിക്കുന്നത്, വെറുപ്പിലും വിദ്വേഷത്തിലും വാശി വൈരാഗ്യത്തിലുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ബലിയർപ്പിക്കുന്നത്. അനുരഞ്ജിതരായി തീർന്നിടാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ ബലിവേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കാനും നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദിക്കാനും പറയുമ്പോൾ ഹൃദയം തുറന്നേ എന്നെ വേദനിപ്പിച്ച് അവരെയെല്ലാം അനുഗ്രഹിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.